പക്ഷെ വരെ നമ്മൾ മേലോട്ട് കയറി പോകാൻ പാടില്ല. ഇവിടെ ഇതാണ് പാർക്കിംഗ് ഏരിയ കേട്ടോ. ഇവിടെ പാർക്കിങ്ങിന് പൈസ കൊടുക്കണം. ഇതാണ് അച്ഛന്മാരെ, ഇതാണ് നമ്മുടെ കൂടെ വന്ന രണ്ട് കൂട്ടുകാരെ, മനുവും പാപ്പിയാണ്. പിന്നെ ഇതാണ് നമ്മൾ വന്ന വണ്ടി കേട്ടോ. ഹായ് മച്ചന്മാരെ, അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്കെവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ നിൽക്കുന്നത് നമ്മുടെ ഈരാറ്റുപേട്ട ഇല്ലിക്കക്കല്ല്. അടിപൊളി പ്ലേസ് എന്ന് പറഞ്ഞാൽ സൂപ്പർ സ്ഥലം. അപ്പോൾ ഞങ്ങൾ 3 പേരുണ്ട്. അപ്പോൾ ഇവിടെ അടിപൊളി എന്ന് പറഞ്ഞാൽ നല്ല സൂപ്പർ സ്ഥലം. നമ്മൾ കയറി പോകുന്നേ ഉള്ളൂ. വരുന്നവർക്ക് തൊട്ട് താഴെ പാർക്കിംഗ് ഉണ്ട്. പിന്നെ അതുപോലെ പാസ് പ്രവേശനം വേണ്ട ഒരാൾക്ക് 17 രൂപ. അപ്പം പിന്നെ നമ്മൾ 4 വീലർ വല്ല ഉണ്ടെന്നുണ്ടെങ്കിൽ 22 രൂപ. മൊത്തം നമുക്ക് 86 രൂപ 14 വയസ്സായിട്ടുണ്ട്. അപ്പം നമ്മൾ നേരെ യാത്ര തുടരുകയാണ്. കയറുന്നവർക്ക് കയറാം, ഇല്ലെന്നുണ്ടെങ്കിൽ താഴെ വണ്ടിയുണ്ട്. വണ്ടിക്ക് പ്രത്യേക ഇതാണ് നമ്മുടെ 4 വീലർ ജീപ്പ്. ഒരു 10-15 പേർക്ക് യാത്ര ചെയ്യാം അല്ലേ. 10-15 പേർക്ക് യാത്ര ചെയ്യാൻ പറ്റുന്ന ജീപ്പാണ്. അപ്പോൾ അതിലും നമുക്ക് പോകാം, ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് നടന്നു പോകാം. നമ്മൾ നടന്ന് കയറ്റം കയറി പോവാണ്. ചുറ്റും കാടാണ്, രസകരമായ കാഴ്ചകളൊക്കെ ഉണ്ടാവണം. അങ്ങനെ പോവുകയാണ്. അപ്പം മഞ്ചന്മാരെ, നമ്മൾ കയറി വരുന്ന വഴിയുണ്ടല്ലോ, ഒരു ചെറിയൊരു പാറ മുകളിൽ നമ്മളിങ്ങനെ കയറി നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ താഴോട്ടുള്ള ആ കാഴ്ച കാണാൻ തന്നെ അതിമനോഹരമാണ്. പിന്നെ ദൂരെ അവിടെ വെള്ളപ്പെട്ട് പോലെ കുറേ വണ്ടി കിടപ്പുണ്ട്. അവിടെയാണ് നമ്മുടെ വണ്ടി പാർക്ക് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇവിടെ നിന്നുണ്ടല്ലോ നല്ല കിടിലം വ്യൂ എന്ന് പറഞ്ഞാൽ നല്ല കിടിലം വ്യൂ ആണ്. അപ്പോൾ ജീപ്പ് സർവീസ് ഉള്ളവർക്കുണ്ടല്ലോ, ജീപ്പ് സർവീസ് ഇവിടെ ഉണ്ട്. അപ്പം നമുക്കതേ വേണേൽ നമുക്കതേ ഇപ്പം മച്ചന്മാരെ. അപ്പം നമ്മൾ നടന്നങ്ങനെ നമ്മുടെ ഇല്ലിക്കക്കല്ല് വന്നിട്ടുണ്ട്. അപ്പം ദൂരെ ആ ഉയരത്തിൽ നമ്മളങ്ങനെ കയറണം കണ്ടോ. ഇത്രയും കയറ്റങ്ങൾ നമ്മൾ കയറിയാലേ നമുക്ക് അവിടെ ചെല്ലാൻ പറ്റത്തുള്ളൂ. വരെ നമ്മൾ നടന്ന് കയറി ഇങ്ങനെ മുകളിൽ വന്ന് കഴിയുമ്പോൾ ഉണ്ടല്ലോ നല്ല സ്റ്റീലെ നല്ല കൈവരിയൊക്കെ ചെയ്ത്, പിന്നെ തറയുടെ ഓടൊക്കെ ഇട്ട് അടിപൊളിയാക്കിയിട്ടുണ്ട് കേട്ടോ. അതുപോലെ ഇരിക്കാനുള്ള സ്റ്റീലെ ബെഞ്ചും എല്ലാം റെഡിയാക്കിയിട്ടുണ്ട്. വീഡിയോ എടുക്കണ്ട, അതാണ് നീരാറ്റുപേട്ട. അപ്പം മച്ചന്മാരെ, ഇന്ന് അവധിയുള്ള ദിവസമായതുകൊണ്ടാണ് തോന്നുന്നത് ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പം നമ്മളിന്ന് വന്നത് ദീപാവലി കേട്ടോ. അപ്പം അതിൻ്റെ അവധിക്കാണ് വന്നത്. അയ്യോ, കുത്തനെയുള്ള കയറ്റം കയറി നമ്മളങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. വല്ലാത്തൊരു വഴി തന്നെയാണ് ദൈവമേ, കയറിപ്പോണം. കോട്ടയം ജില്ലയിലെ ഏറ്റവും ഉയരമുള്ള മലയാണ് ഇല്ലിക്കക്കല്ല്. മീനച്ചിലാറിൻ്റെ തുടക്കസ്ഥാനമായ ഈ മല ഈരാറ്റുപേട്ടയ്ക്കടുത്താണ് സ്ഥിതി ചെയ്യുന്നത്. 4000 അടി ഉയരമുള്ള ഇല്ലിക്കക്കല്ലും 3 പാറക്കൂട്ടങ്ങൾ ചേർന്നതാണ്. ഇതിലെ ഏറ്റവും ഉയരം കൂടിയ പാറ കൂടക്കല്ലെന്നും തൊട്ടടുത്ത് സർപ്പാകൃതിയിൽ കാണപ്പെടുന്ന പാറ കൂനൻകല്ലെന്നും അറിയപ്പെടുന്നു. ഇവയ്ക്കിടയിലായി 20 അടി താഴ്ചയിൽ വലിയൊരു വിടവുണ്ട്. ഈ കല്ലിൽ അരയടി മാത്രം വീതിയുള്ള നരകപ്പാലം എന്ന ഭാഗമുണ്ട്. പ്രകൃതി രമണീയമായ ഈ സ്ഥലത്തേക്ക് നല്ല റോഡ് നിർമ്മിച്ചിട്ടുള്ളതിനാൽ വിനോദസഞ്ചാരികൾക്ക് വലിയ ആയാസം കൂടാതെ ഇവിടെ എത്താം. ഇലവീട, പൂഞ്ചിറയും വാഗമണ്ണുമൊക്കെ ഇവിടെ അടുത്തു തന്നെയാണ്. അപ്പം മച്ചവരെ, നമ്മുടെ ഇല്ലിക്കക്കല്ല് കണ്ടു. 1, 2, 3 മലയുണ്ട്. മലയ്ക്ക് ഓരോ പേരുകളുമുണ്ട്. അതൊക്കെ ഞാൻ കുറേ വഴിയെ പറഞ്ഞുതരാം.
പിന്നെ നല്ല കിടിലം പ്ലേസ് സൂപ്പർ അടിപൊളി. താഴോട്ട് നോക്കിയുണ്ടല്ലോ നല്ല കിടില പോഗ് കാണാൻ, നല്ല കോടമഞ്ഞ് അടിച്ച് കയറി നമ്മൾ ഇങ്ങനെ നിൽപ്പുണ്ട്. പിന്നെ ഇഷ്ടംപോലെ ആൾക്കാർ ഇവിടെ വന്ന് കാണാൻ ഇഷ്ടംപോലെ ടൂറിസ്റ്റുകൾ വരുന്നുണ്ട്. അടിപൊളി ഏരിയ എന്ന് പറഞ്ഞാൽ അടിപൊളി ഏരിയ, സൂപ്പർ. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് നല്ല അടിപൊളി കാഴ്ചകൾ മൊത്തം കാണാം. ഇത് ഏകദേശം നമുക്ക് നമ്മുടെ കോട്ടയം ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഏകദേശം ഒരു 4000 അടി ഉയർച്ചയിൽ ആണ് ഇത് നമ്മുടെ ഈ ഇല്ലിക്കക്കല്ല് സ്ഥിതി ചെയ്യുന്നത്. പിന്നെ ഇതിന് തൊട്ടടുത്തൊരാറുണ്ട്, മീനച്ചിലാറ്. അപ്പം അതുകൊണ്ട് നമ്മുടെ കോട്ടയത്തിൻ്റെ ഒരു ഭാഗമാണ് മീനച്ചിലാറ്. അപ്പോൾ കാഴ്ചകളൊക്കെ കണ്ടിട്ട് ഞാനും നമ്മുടെ മച്ചാന്മാരുടെ അങ്ങനെ യാത്ര താഴോട്ട് തിരിക്കുകയാണ്. അപ്പോൾ നല്ല കിടിലൻ കാഴ്ച എന്ന് പറഞ്ഞാൽ കിടിലൻ കാഴ്ചയാണ് ഇവിടെ നിന്ന് കാണാൻ പറ്റുന്നത്. നമ്മൾ കയറി വന്ന വഴികളാണ് ഈ വഴി മൊത്തം. അപ്പോൾ ഇവിടെ വരുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കുക, കല്ലും കുഴിയൊക്കെയാണ്. അപ്പം ഇതിലൊക്കെ പിടിച്ചാണ് കുറച്ച് മുമ്പേ കുറേ ചേച്ചിമാരും ആൻറ്റിമാരും ചേട്ടന്മാരും പിള്ളേരും എല്ലാം ഇറങ്ങിപ്പോയത്. ഇച്ചിരി റിസ്ക്കാണ്, കയറി വരാൻ അത്രയ്ക്ക് ബുദ്ധിമുട്ടില്ല, പക്ഷേ ഇറങ്ങി പോകുമ്പോൾ ശ്രദ്ധിക്കണം. കല്ലൊക്കെ ഇളകി കിടക്കുകയാണ്. അപ്പോൾ അതൊക്കെ നോക്കി വേണം നമ്മൾ കയറിപ്പാൻ. പിന്നെ ഈ സമയത്തുണ്ടല്ലോ നല്ല തണുത്ത കാറ്റ് അടിക്കുന്നുണ്ട് മച്ചാന്മാരെ, നല്ല തണുത്ത കാറ്റ്. ഇത് തന്നെ ഈ ഇല്ലിക്കക്കല്ലിൻ്റെ ഒരു പ്രകൃതിയുടെ ഒരു ഇതാണ്. അപ്പം മച്ചാനെ നമ്മൾ നേരെ ഇല്ലിക്കക്കല്ലൊക്കെ കണ്ടിട്ട് നമ്മൾ നേരെ നമ്മുടെ വീട്ടിലേക്ക് യാത്ര തിരിച്ചിരിക്കുകയാണ്. പക്ഷെ രാവിലെ വരാൻ വേണ്ടിയായിരുന്നു, നടന്നില്ല. നമ്മുടെ ഡ്രൈവർ ചതിച്ചു. നമ്മൾ വരുന്ന വണ്ടിയുടെ ഡ്രൈവർ പറഞ്ഞു ഇച്ചിരി താമസിച്ച് പോയാൽ മതി. ആ വ്യക്തിയെ ഞാൻ ഒന്ന് കാണിക്കാം. അപ്പം പറഞ്ഞ ഡ്രൈവർ മനു, അവൻ പറഞ്ഞു 10-11 മണിയാകുമ്പോൾ പോയാൽ മതി. അങ്ങനെ നമ്മൾ 11 മണിക്കാണ് വന്നത്. നമ്മളെല്ലാം കൂടെ കണ്ട് ഇറങ്ങിയിട്ട് 2:30 സമയം. അപ്പോൾ മച്ചാന്മാരെ നമ്മുടെ വീഡിയോ ഒക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അപ്പം നമ്മുടെ വീഡിയോ എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്തൊരു കിടിലൻ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ.